ശബരിമലയിൽ ആൾ കൂടുന്നുണ്ട് ഇപ്പോഴും. അതെങ്ങനെയാണ് ഇത് കൂടിക്കൊണ്ടിരിക്കുന്നത്? ഇല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പൊളിച്ചു കാട്ടിയെന്ന് പറയുമ്പോഴും ഇതിന് മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഒഴിവാക്കാൻ കഴിയുമോ? ആള് കൂടുന്നു എന്നുള്ളത് ഒരർത്ഥത്തിൽ ശരിയാണ്. ആള് കൂടുന്നു. ആളുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ആളുകളുടെ എണ്ണം കൂടുന്നു എന്നിങ്ങനെ അടിച്ചു വിടുന്നതാണ്. ആക്ച്വലി അങ്ങനെയല്ല. ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ കണക്കുകൾ ഓരോ വർഷം ഇവർ കൂട്ടുന്ന വരുമാനമാണ് കൂട്ടുന്നത്. പക്ഷെ അവിടെ കെട്ടിടങ്ങളൊക്കെ കൂടുന്നുണ്ട്. അതൊക്കെ വരുമാനമാണ് കൂട്ടുന്നത്. വരുമാനം കൂട്ടാൻ എന്ത് ചെയ്യണം? വസ്തുവകളുടെ വില കൂട്ടിയാൽ വരുമാനം കൂടില്ലേ? ചാർജ് കൂട്ടിയാൽ നിർമ്മാല്യത്തിന് $10 എന്നുള്ളത് $50 ആക്കി കഴിഞ്ഞാൽ 5 പേര് നിർമ്മാല്യം നടത്തുന്നതിന് തുല്യമായിട്ട് അടുത്ത തവണ കണക്ക് വരുമല്ലോ. വരുമാനമാണ് കൂടുന്നത്. ശ്രദ്ധിച്ചു പോകുക, ആളുകളുടെ എണ്ണമല്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. ശബരിമലയുടെ കാര്യത്തിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ശരിക്കും അറിയാവുന്ന ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു നിരീക്ഷണം അത് തന്നെയാണ്. പിന്നെ ഈ കോൺക്രീറ്റ് കെട്ടിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലും മുള്ളും കാലുക്കുമെത്തെ എന്ന് പറയുന്ന ഒരു സംഗതി ഹാർഡ്ഷിപ്പാണ്. ഇപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കൂടെ റാഷണൽ ആവുകയാണ് ഭക്തന്മാർ. അവർക്ക് എന്തൊരു വേണം? റോപ്പ് വേ, VIP ക്യൂ വേണം. ഇനി ഈ കല്ലും മുള്ളും, എൻ്റെ കല്ലും മുള്ളിലും തന്നെ ചവിട്ടിയാൽ അയ്യപ്പനും പരിഷ്കരിച്ചു എന്നങ്ങ് വെച്ചാൽ പോരെ. ദേവപ്രസാദ് പറഞ്ഞു അയ്യപ്പൻ നോ മോർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ കല്ലും മുള്ളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാത നേരെയാക്കി എടുക്കും. അപ്പോൾ അവിടെ പോയാൽ പോരെ.